ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സ് റിവിഷൻ്റെ പാർട്ട് 2 ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം അതുകൂടി കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് എന്ന്? കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2023 ഏപ്രിൽ 25. 2023 ഏപ്രിൽ 25-നാണ് കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് ഇനി ഏതു പേരിൽ അറിയപ്പെടും? ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് ഇനി ഏതു പേരിൽ അറിയപ്പെടും? സംവിധാൻ സദൻ. സംവിധാൻ സദൻ എന്നാണ് ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത്. കാലുകൾ കൊണ്ട് വാഹനമോടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത. കാലുകൾ കൊണ്ട് വാഹനമോടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ആരാണ്? ജിലുമോൾ മാരിയറ്റ് തോമസ്. ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ് കാലുകൾ കൊണ്ട് വാഹനമോടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ഗീതിക കൗൾ. ക്യാപ്റ്റൻ ഗീതിക കൗളാണ് സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25. ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് ഇനി ഏതു പേരിൽ അറിയപ്പെടും? സംവിധാൻ സദൻ. കാലുകൾ കൊണ്ട് വാഹനമോടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിതയാണ് ജിലുമോൾ മാരിയറ്റ് തോമസ്. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ക്യാപ്റ്റൻ ഗീതിക കൗൾ. ഇന്ത്യയിൽ ആദ്യമായി എംപോക്സ് അഥവാ മങ്കി പോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് എന്ന്? ഇന്ത്യയിൽ ആദ്യമായി എംപോക്സ് അഥവാ മങ്കി പോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് എന്ന്? 2024 സെപ്റ്റംബർ 9. 2024 സെപ്റ്റംബർ 9-നാണ് ഇന്ത്യയിൽ ആദ്യമായി എംപോക്സ് അഥവാ മങ്കി പോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തത്. ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകളിൽ യാത്രക്കിടയിൽ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതി. ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകളിൽ യാത്രക്കിടയിൽ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണ് പുസ്തകത്തോണി. അപ്പോൾ പുസ്തകത്തോണിയാണ് ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകളിൽ യാത്രക്കിടയിൽ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതി. പാരീസ് ഒളിമ്പിക്സിൽ 1-ാം സ്ഥാനം നേടിയത്. പാരീസ് ഒളിമ്പിക്സിൽ 1-ാം സ്ഥാനം നേടിയത് ഏത് രാജ്യമാണ്? അമേരിക്ക. അമേരിക്കയാണ് പാരീസ് ഒളിമ്പിക്സിൽ 1-ാം സ്ഥാനം നേടിയത്. 2025 തണ്ണീർത്തട ദിന പ്രമേയം. 2025 തണ്ണീർത്തട ദിന പ്രമേയം എന്താണ്? നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക. നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് 2025 തണ്ണീർത്തട ദിന പ്രമേയം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി എംപോക്സ് അഥവാ മങ്കി പോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് 2024 സെപ്റ്റംബർ 9. ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകളിൽ യാത്രക്കിടയിൽ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണ് പുസ്തകത്തോണി. പാരീസ് ഒളിമ്പിക്സിൽ 1-ാം സ്ഥാനം നേടിയത് അമേരിക്ക. 2025 തണ്ണീർത്തട ദിന പ്രമേയമാണ് നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക. കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി. കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആരാണ്? ഡോക്ടർ ആർ ബിന്ദു. ഡോക്ടർ ആർ ബിന്ദുവാണ് കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി. 2025 ഫെബ്രുവരിയിൽ എത്തിമാദ് എന്ന ബാലിസ്റ്റിക് മിസൈൽ അവതരിപ്പിച്ച രാജ്യം. 2025 ഫെബ്രുവരിയിൽ എത്തിമാദ് എന്ന ബാലിസ്റ്റിക് മിസൈൽ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? ഇറാൻ. ഇറാനാണ് 2025 ഫെബ്രുവരിയിൽ എത്തിമാദ് എന്ന ബാലിസ്റ്റിക് മിസൈൽ അവതരിപ്പിച്ച രാജ്യം. ശ്രീലങ്കയുടെ നിലവിലെ പ്രസിഡന്റ്. ശ്രീലങ്കയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? അനുര കുമാര ദിസനായക. അനുര കുമാര ദിസനായകയാണ് ശ്രീലങ്കയുടെ നിലവിലെ പ്രസിഡന്റ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? യു ഷറഫലി. യു ഷറഫലിയാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. അപ്പോൾ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയാണ് ഡോക്ടർ ആർ ബിന്ദു. 2025 ഫെബ്രുവരിയിൽ എത്തിമാദ് എന്ന ബാലിസ്റ്റിക് മിസൈൽ അവതരിപ്പിച്ച രാജ്യമാണ് ഇറാൻ. ശ്രീലങ്കയുടെ നിലവിലെ പ്രസിഡന്റാണ് അനുര കുമാര ദിസനായക. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് യു ഷറഫലി.
2024 പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം. 2024 പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് 2024 പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം. രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രി. രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ഭജൻലാൽ ശർമ്മ. ഭജൻലാൽ ശർമ്മയാണ് രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രി. പ്രഥമ അന്താരാഷ്ട്ര റെയിൻബോ ടൂറിസം സമ്മേളനം നടന്നത്. പ്രഥമ അന്താരാഷ്ട്ര റെയിൻബോ ടൂറിസം സമ്മേളനം നടന്നത് എവിടെയാണ്? നേപ്പാൾ. നേപ്പാളിലാണ് പ്രഥമ അന്താരാഷ്ട്ര റെയിൻബോ ടൂറിസം സമ്മേളനം നടന്നത്. അപ്പോൾ 2024 പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ. രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ. പ്രഥമ അന്താരാഷ്ട്ര റെയിൻബോ ടൂറിസം സമ്മേളനം നടന്നത് നേപ്പാൾ. എൻ്റെ കുമ്പളങ്ങി കഥകൾ എന്നത് ആരുടെ കൃതിയാണ്? എൻ്റെ കുമ്പളങ്ങി കഥകൾ എന്നത് ആരുടെ കൃതിയാണ്? KV തോമസ്. KV തോമസിൻ്റെ കൃതിയാണ് എൻ്റെ കുമ്പളങ്ങി കഥകൾ. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനനവൈകല്യം കണ്ടെത്തുന്നതിനായി ആരംഭിച്ച സമഗ്ര ആരോഗ്യ പദ്ധതി. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനനവൈകല്യം കണ്ടെത്തുന്നതിനായി ആരംഭിച്ച സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ശലഭം. അപ്പോൾ ശലഭം ആണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനനവൈകല്യം കണ്ടെത്തുന്നതിനായി ആരംഭിച്ച സമഗ്ര ആരോഗ്യ പദ്ധതി. ടാറ്റ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാൻ. ടാറ്റ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? നോയൽ ടാറ്റ. നോയൽ ടാറ്റയാണ് ടാറ്റ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാൻ. അപ്പോൾ എൻ്റെ കുമ്പളങ്ങി കഥകൾ എന്നത് ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ KV തോമസ്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനനവൈകല്യം കണ്ടെത്തുന്നതിനായി ആരംഭിച്ച സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ശലഭം. ടാറ്റ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാനാണ് നോയൽ ടാറ്റ. 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം. 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്രയാണ്? 89.45 മീറ്റർ. 89.45 മീറ്ററാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുന്നതിനുള്ള നാസയുടെ ദൗത്യം. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുന്നതിനുള്ള നാസയുടെ ദൗത്യം എന്താണ്? ആർട്ടമിസ്. ആർട്ടമിസ് എന്നതാണ് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുന്നതിനുള്ള നാസയുടെ ദൗത്യം. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരമാണ് 89.45 മീറ്റർ. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുന്നതിനുള്ള നാസയുടെ ദൗത്യമാണ് ആർട്ടമിസ്. 2024 ഒക്ടോബറിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത്. 2024 ഒക്ടോബറിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത് ആരാണ്? ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ. ഡോക്ടർ ജിനു സക്കറിയ ഉമ്മനാണ് 2024 ഒക്ടോബറിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത്. MT വാസുദേവൻ നായരുടെ മുഴുവൻ പേര്. MT വാസുദേവൻ നായരുടെ മുഴുവൻ പേര് എന്താണ്? മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നതാണ് MT വാസുദേവൻ നായരുടെ മുഴുവൻ പേര്. കൊച്ചിയിൽ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല. കൊച്ചിയിൽ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയ ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയ്ക്കാണ് കൊച്ചിയിൽ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം ലഭിച്ചത്. അപ്പോൾ 2024 ഒക്ടോബറിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത് ജിനു സക്കറിയ ഉമ്മൻ. MT വാസുദേവൻ നായരുടെ മുഴുവൻ പേരാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. കൊച്ചിയിൽ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയ ജില്ലയാണ് തിരുവനന്തപുരം. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേര്. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേര് എന്താണ്? ശ്രീവിജയപുരം. ശ്രീവിജയപുരം എന്നതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേര്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ K. ജയകുമാറിൻ്റെ കവിതാ സമാഹാരം. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ K. ജയകുമാറിൻ്റെ കവിതാ സമാഹാരമാണ്
പിങ്ങളകേശിനി. പിങ്ങളകേശിനി എന്നതാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ കെ ജയകുമാറിൻ്റെ കവിതാ സമാഹാരം. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? പാളയം. പാളയത്താണ് കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത്. അപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേരാണ് ശ്രീവിജയപുരം. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ കെ ജയകുമാറിൻ്റെ കവിതാ സമാഹാരമാണ് പിങ്ങളകേശിനി. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏതാണ്? വിശ്വഭാരതി സർവകലാശാല. വിശ്വഭാരതി സർവകലാശാലയാണ് യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല. 2025 ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത്. 2025 ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് ആരാണ്? കെ പി സുധീര. കെ പി സുധീരക്കാണ് 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. 2025 ലോകാരോഗ്യ ദിന പ്രമേയം. 2025 ലോകാരോഗ്യ ദിന പ്രമേയം എന്താണ്? ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്നതാണ് 2025 ലോകാരോഗ്യ ദിന പ്രമേയം. അപ്പോൾ 2025 ലോകാരോഗ്യ ദിന പ്രമേയമാണ് ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. അപ്പോൾ യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. 2025 ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് കെ പി സുധീര. 2025 ലോകാരോഗ്യ ദിന പ്രമേയമാണ് ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 30 ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടോ എന്നും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത കുറച്ച് കറണ്ട് അഫയേഴ്സായിട്ട് വരാം. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. താങ്ക്